ഹായ്, ഇന്ന് നമ്മുടെ കൂടെയുള്ളത് 2024 മോഡൽ എർട്ടിഗയുടെ VXI വേരിയൻ്റ് ആണ്. എർട്ടിഗയിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന വേരിയൻറ്റ് ഈ ഒരു VXI വേരിയൻ്റ് ആണ്. മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയൻ്റ് എന്ന് വിളിക്കാവുന്നത് ഈ VXI വേരിയൻറ്റിനെ തന്നെയാണ്. ഇത് അത്യാവശ്യം വേണ്ട ആക്സസറീസ് ഷോറൂമിൽ നിന്ന് ചെയ്ത ഒരു വാഹനമാണ്. അപ്പോൾ ഇതിനകത്ത് എന്തെല്ലാം ആക്സസറീസ് ആണ് ചെയ്തിരിക്കുന്നത്, എത്രയാണ് ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. VXI വേരിയൻറ്റിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എർട്ടിഗയിലെ എല്ലാ വേരിയൻറ്റുകളുടെയും എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാര്യം ഇപ്പോൾ ബേസ് വേരിയൻ്റായി LXI വരുന്നില്ല, അതിന് പകരം ബേസ് വേരിയൻ്റായിട്ട് ഇപ്പോൾ VXI ആണ് കൊടുക്കുന്നത്. അപ്പോൾ VXI തൊട്ട് ZXI വരെ എക്സ്റ്റീരിയർ ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ആകെ ഒരു മിസ്സിംഗ് ഉള്ളത് ഫോഗ് ലാമ്പാണ്. അത് ഈ വാഹനത്തിൽ ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കളറ്, വൈറ്റ് കളർ ആരും എർട്ടിഗ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് എടുക്കാറില്ല, ബിക്കോസ് അതൊരു ടാക്സി സെഗ്മെൻറ്റിലും ആ വാഹനം വരുന്നത് കൊണ്ട്. അപ്പോൾ ഈ ഒരു കളറ് അത്യാവശ്യം നല്ല റോഡ് പ്രസൻസ് തന്ന ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു കളറാണ്. ഇനി ഈ വേരിയൻറ്റിൻ്റെ എക്സ്ട്രാ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഡ്യുവൽ യൂണിറ്റുള്ള ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം ഒരു പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് കൊടുക്കും, അതിനോട് ചേർന്ന് തന്നെ ഒരു നോർമൽ ഹെഡ്ലൈറ്റും കൊടുത്തിരിക്കുന്നു. കംപ്ലീറ്റ്ലി ഹാലജനാണ് യൂണിറ്റ് വരുന്നത്. അതിനകത്ത് ഈ ഒരു ലൈറ്റിനോട് ചേർന്ന് നമുക്ക് പാർക്ക് ലൈറ്റും കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ 10 ഇൻഡിക്കേറ്റേഴ്സും കാണാം, അതും ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റിനകത്തെല്ലാം നമുക്ക് ആ ഒരു ക്രോം ഇൻസെറ്റ് കാണാം. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങൾ, ഒരു ക്രോം ഫിനിഷ് കാര്യങ്ങളൊക്കെ വന്നൊരു പ്രീമിയം ടച്ച് തരുന്നുണ്ട്. ഇനി നമ്മളുടെ ഫോഗ് ലൈറ്റ് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഫോഗ് ലൈറ്റ് ഈ വാഹനത്തിൽ വരുന്നില്ല. ഏകദേശം 4900 രൂപ എടുത്താണ് ഫോഗ് ലൈറ്റിന് കോസ്റ്റ് വരിക. പല ആൾക്കാരും ഈ ഒരു പോർഷൻ ഒരു സിൽവർ കളറിലേക്കൊക്കെ ചെയ്യുന്ന കാണാറുണ്ട്. അതും നമുക്ക് വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ചെയ്യാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ ഒരു 185 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ വാഹനം തരുന്നത്. ഫ്രണ്ടിൽ നല്ല ഭംഗിയുള്ള സ്കേർട്ടിങ് കാര്യങ്ങളും എർട്ടിഗയ്ക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഷോറൂമിൽ നിന്നോ പുറത്തുനിന്നോ ചെയ്യാവുന്നതാണ്. വശങ്ങളിലേക്ക് വരുമ്പോഴാണ് ഈ വാഹനത്തിൻ്റെ യഥാർത്ഥ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാവുക. ഇതിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ ലെങ്ത്ത് 4395 mm ആണ് ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത്. വിഡ്ത്ത് 1735, ഹൈറ്റ് 1690 mm, വീൽ ബേസ് വരുന്നത് 2740. അതായത് അത്രയും സ്പേസ് ആണ് നമുക്ക് മാക്സിമം ഇൻറ്റീരിയറിൽ ലഭിക്കുക. ഈ വാഹനത്തിൻ്റെ സൈസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് നമ്മുടെ ക്രിസ്റ്റയുടെ സൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ക്രിസ്റ്റയ്ക്ക് സ്പേസ് വരുന്നത് 2750 വീൽ ബേസ് വരുന്നുള്ളൂ. അപ്പോൾ ക്രിസ്റ്റയിലുള്ള സിമിലർ സ്പേസ് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ലെങ്ത്ത് ക്രിസ്റ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം 200 mm ലെങ്ത്ത് ഈ വാഹനത്തിന് കുറവ് വരുന്നുണ്ട്. വീൽ ബേസ് മാത്രമാണ് സിമിലറായിട്ട് നിൽക്കുന്നത്. ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 185, 65 or 15 ആണ് ടയർ സൈസ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. ഇതിൻ്റെ കൂടെ ഒരു VXI വേരിയൻ്റ് ഒരു വീൽ കപ്പ് വരുന്നുണ്ട്. അത് അലോയ്സിൻ്റെ സിമിലർ ലുക്കായിട്ടുള്ള വീൽ കപ്പുകളാണ്. മിറേഴ്സിൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. നമുക്ക് താഴെയായിട്ട് ഒരു ഡോർ ക്ലാഡിങ്സ് അത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുകയാണ്, ഒരു സിൽവർ ഫിനിഷോട് കൂടിയത്. കീലെസ് എൻട്രി കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല, പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. നമുക്ക് റെയിൻ ഗാർഡ് ഇതിനകത്ത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. റൂഫ് റെയിൽസ് വരുന്നില്ല, നോർമൽ ആൻറ്റിനെയാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് റെയിൽസ് വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. ആ റെയിൻ ഗാർഡിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നമുക്ക് ക്വാർട്ടർ ഗ്ലാസ്സിലും കാണാനായിട്ട് പറ്റും. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലുക്ക് സിമിലറാണ്, പക്ഷേ ഫീച്ചേഴ്സിലൊക്കെ ഒത്തിരി മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്പോയിലർ എല്ലാ വേരിയൻറ്റുകളും വരുന്നുണ്ട്. ബാക്കിൽ ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ ഗ്ലാസ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. വൈപ്പർ, വാഷർ, ഡിഫോഗർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു പോർഷനിലൊക്കെ ഒരു ക്രോം ഇൻസൈറ്റ് നമുക്ക് ടോപ്പ് എൻഡിൽ കാണാം. ഇതിന് ക്രോം ഇൻസൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്, അതിൻ്റെ ഒരു ബാഡ്ജും കൊടുത്തിരിക്കുന്നു. ഇത് നമുക്കിവിടെ ബാക്കിലെ ടൈൽ ലൈറ്റ് യൂണിറ്റ്, ഇതിനകത്ത് നമുക്ക് സ്റ്റോപ്പ് ലൈറ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നു. അത് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും കാണാം. ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് റെഡിഷ് കളറിൽ റിഫ്ലക്റ്റേഴ്സ് കാണാം. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. പിന്നെ VXI വേരിയൻറ്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ബൂട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് അല്ല, നോർമൽ ലോക്ക് കാര്യങ്ങൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 3 സീറ്റ് നിവർന്നിരിക്കുന്ന സമയത്ത് 209 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസാണ് ഈ വാഹനത്തിൽ വരുന്നത്. ഇത് നമ്മൾക്ക് അകത്തും ചെറിയ രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. വേറെ എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നുമില്ല. നമുക്കൊരു പഞ്ചർ കിറ്റ് ഈ വശങ്ങളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്പെയർ വീലുകൾ കൊടുത്തിരിക്കുന്ന വാഹനത്തിന് താഴെയായിട്ടാണ്. ആ ഒരു സെയിം സൈസായിട്ടുള്ള സ്പെയർ വീലുകൾ തന്നെയാണ് വരുന്നത്. ബാക്കിലെ യാത്രക്കാർക്ക് നമുക്ക് 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് സീറ്റ് ബെൽറ്റുകൾ കാണാം. ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് താഴത്തേക്ക് ഇവിടെ ഒരു കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. 2 വശത്തും കൊടുത്തിട്ടുണ്ട്. AC വെൻസ് നമുക്ക് ബാക്കി യാത്രക്കാർക്കും സെൻറ്റർ മൗണ്ടഡ് AC വെൻസ് എന്നുള്ള രീതിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എപ്പോഴും 7 യാത്രക്കാരില്ല എങ്കിൽ നമുക്ക് 3rd റോ കംപ്ലീറ്റ്ലി ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ബെഡാണ് കിട്ടുക. ആ സമയത്ത് 550 ലിറ്ററിൻ്റെ ബൂട്ടായിട്ട് ഈ വാഹനത്തിന് ബൂട്ട് സ്പേസ് ഇൻക്രീസ് ആവും.
ബാക്കിൽ ശരിക്കും 3 പേർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ സീറ്റുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. വരുന്നില്ല. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് കൊടുത്തിരിക്കുന്നത്. എക്സ്റ്റീരിയറിൻ്റെ കളറിനോട് സിമിലർ ആയിട്ടുള്ളൊരു കളറാണ് നമുക്ക് ടോപ്പിൽ വരുന്നത്. ഒരു ഗ്രീനിഷ് ബ്ലാക്ക് എന്നൊക്കെ വിളിക്കാവുന്നൊരു കളറ്. നമുക്ക് താഴത്തെ പോർഷൻസ് കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഒരു ഓഫ് വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നു. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഓഫ് വൈറ്റ് കളറിലാണ് കംപ്ലീറ്റ്ലി ഡോർ പാഡ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു വേറെ വുഡൻ ഫിനിഷ് പോലെ തോന്നിക്കുന്ന ഒരു പ്ലാസ്റ്റിക്സ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് ക്രോം ഇൻസൈഡിലാണ്. 4 ഡോർ പവർ വിൻഡോ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. താഴെ നമുക്ക് കപ്പ് ഹോൾഡേഴ്സ് കാണാം. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല VXA വേരിയൻറ്റിൽ. ഇത് സീറ്റ് കവർ, ലെതർ ലുക്ക് തരുന്ന ഒരു സീറ്റ് കവർ ഷോറൂമിൽ നിന്ന് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ വിനൈൽ ഫ്ലോറിങ്ങും ഈ വാഹനത്തിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് കാണാം. സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ഫോഗ് ലൈറ്റിൻ്റെ സ്വിച്ച് ആ ഒരു സിമിലർ പൊസിഷനിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇൻറ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു മിഡ് വേരിയൻറ്റ് വെഹിക്കിളിൽ വേണ്ട അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സാണ് ഈ ഒരു വേരിയൻറ്റിൽ മാരുതി കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ZX ആൻഡ് ZXA പ്ലസിലൂടെ ഒരു വുഡൻ ഫിനിഷൊക്കെ വന്നൊരു പ്രീമിയം ഫീൽ തരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഒരു പ്ലാസ്റ്റിക് ഫീലാണ് തരുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡിസൈൻ പോലെ ആ ഒരു ലൈൻസ് വരുന്നുണ്ടെങ്കിലും നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഒരു പ്ലാസ്റ്റിക് ഫീൽ കിട്ടുന്ന രീതിയിലാണ്. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇതിനകത്ത് ആക്സസറൈഡ് ചെയ്തിരിക്കുന്നതാണ്. മൾട്ടി ഫംഗ്ഷനായിട്ട് സ്റ്റിയറിംഗ് വീലാണ്. ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ്. ഇടതുവശത്തായിട്ട് മ്യൂസിക്കിൻ്റെ കൺട്രോൾസും താഴെ നമുക്ക് ഫോണിൻ്റെ കൺട്രോൾസും കൊടുത്തിരിക്കുന്നു. ഇടതുവശത്ത് വൈപ്പറും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസ് കാണാം. ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ അനലോഗായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. സ്പീഡോമീറ്റർ RPM മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ. അതിനകത്ത് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മോട്ടർ എന്നുള്ള പവർ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, അങ്ങനെ അത്യാവശ്യം ഇൻഫർമേഷൻസ് വരുന്ന ഒരു കളർ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് ആ മീറ്റർ കൺസോളിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു എംറ്റി, അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഴയ മാരുതിയുടെ വാഹനങ്ങളിൽ കണ്ടുവന്നിരുന്ന ഒരു 2D മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. 4 സ്പീക്കർ വരുന്നുണ്ട്. നമുക്ക് USB കണക്ട് ചെയ്ത് മ്യൂസിക് പ്ലേ ചെയ്യാം. പിന്നെ ഓക്സിലറി കണക്ട് ചെയ്യാം. പിന്നെ FM, ഇത്തരം ഓപ്ഷൻസാണ് വരുന്നുള്ളൂ. നമ്മുടെ ബാക്കിലെ ക്യാമറയുടെ സെൻസേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 9 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ട് ഒരു റിവേഴ്സ് ക്യാമറയും കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു ലുക്ക് അങ്ങോട്ട് മാറി ഒരു പ്രീമിയം ലുക്ക് കിട്ടും. എന്നാൽ അത്യാവശ്യം വീഡിയോ കാര്യങ്ങളൊക്കെ പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ അതിനകത്ത് വരുന്നുണ്ട്. കാരണം 10,000 താഴെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു സിസ്റ്റം ഇതിനകത്ത് ആക്സസറൈഡ് ചെയ്യാൻ പറ്റും. അതിന് താഴെ നമ്മുടെ ഹസാർഡ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. മാനുവൽ AC കൺട്രോൾസ് ആണ്. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB ഓക്സിലറി കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. കപ്പ് ഹോൾഡേഴ്സ് കൂൾഡ് കപ്പ് ഹോൾഡേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ മാനുവൽ ഗിയർ ലിവർ കൊടുത്തിരിക്കുന്നു. സെൻറ്റർ ആംറസ്റ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ നമുക്കൊരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റുകളാണ്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. ടോപ്പിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ്. സെൻറ്റർ IRVMs മാനുവൽ ഡിമ്മിങ്ങുള്ള IRVMs ആണ്. ഡ്രൈവർ സൈഡിലും സൺവൈസസ് ഉണ്ട്. ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. റീഡിംഗ് ലൈറ്റ് കാര്യങ്ങളെല്ലാം ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന ഒരു ഇൻറ്റീരിയറിനെ പറയാൻ പറ്റുള്ളൂ. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിലും വളരെ ചെറിയൊരു ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബാക്ക് യാത്രക്കാരെ കംഫോർട്ട് നോക്കുമ്പോൾ വളരെ വൈഡായിട്ട് തുറക്കാൻ പറ്റുന്ന ബാക്ക് ഡോറുകളാണ്. വലിയ ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ എളുപ്പമാണ്. ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഓഫ് വൈറ്റ് കളറിൽ കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോൾ കാണാം. നമ്മുടെ ഹാൻഡിൽ ക്രോം ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡർ, സ്പീക്കർ ഗ്രില്ല്. ബാക്കിൽ 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനുള്ള സ്പേസ് ഈ വാഹനം തരുന്നുണ്ട്. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സെൻട്രലിൽ ഒരു പാസഞ്ചർ ഇല്ല എങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു ആം റെസ്റ്റ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബാക്ക് സീറ്റ് ഒരു മിഡിൽ എന്നുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. നമുക്ക് AC വെൻസുകൾ കൊടുത്തിരിക്കുന്നത് റൂഫ് മൗണ്ടഡ് ആയിട്ടാണ്. അത് 4 AC വെൻറ്റ് സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സെപ്പറേറ്റ് വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് 4 പേർക്കും അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിലാണ്. അത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരു നോബ് കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹെഡ് റൂം ഉണ്ട്. 15-20 സെൻറ്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. 3 പേർക്ക് സുഖമായിട്ടിരിക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇനി ബാക്ക് യാത്രക്കാരെ നോക്കുകയാണെങ്കിൽ ബാക്കിൽ നമുക്ക് 3 പേർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടൊന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. എർട്ടിഗയിൽ ശരിക്കും ഒരു 8 സീറ്റർ 8 പേർക്ക് അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടൊന്ന് യാത്ര ചെയ്യാൻ പറ്റുന്നൊരു വാഹനമാണ് എർട്ടിഗ.
എർട്ടിഗയുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ വേരിയൻറ്റുകളിലും സ്റ്റാൻഡേർഡായിട്ട് 2 എയർ ബാഗാണ് വരുന്നത്. പിന്നെ ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോൾ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വേരിയൻറ്റിലും എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ സ്വിഫ്റ്റിൻ്റെയും ഒക്കെ ഒരു ഫേസ് ലിഫ്റ്റ് വന്നതുകൊണ്ട് ചിലപ്പോൾ ഫ്യൂച്ചറിൽ അടുത്ത പോലെ നമുക്ക് എർട്ടിഗയുടെയും ഒരു ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ട്രയൽ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള 1.5 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. 4 സിലിണ്ടർ ബ്രസയിലേക്കുള്ള സെയിം എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്. ഇതിനകത്ത് പെട്രോളും CNGയും വരുന്നുണ്ട്. ഇപ്പോൾ CNG നമുക്കിത് ടാക്സി കാറായിട്ടും പ്രൈവറ്റായിട്ടും രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. മൈലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ CNG ഏകദേശം 26 കിലോമീറ്റർ പെർ ലിറ്ററിനടുത്തൊക്കെ മൈലേജ് വരുന്നുണ്ട്. പെട്രോൾ മാനുവലിന് ഏകദേശം 20ഉം ഓട്ടോമാറ്റിക്കിന് ഓൾമോസ്റ്റ് സിമിലർ മൈലേജ് ലഭിക്കുന്നുണ്ട്. കാരണം ഇതിനകത്ത് ആ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി ഉള്ളതുകൊണ്ടാണ്. എർട്ടിഗയുടെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതി സുസുക്കി എർട്ടിഗ ലോഞ്ച് ചെയ്തതിന് ശേഷം ഈ പുതിയൊരു വേരിയൻറ്റ് ഇതുവരെ ഓഫറുകളൊന്നും കൊടുത്തിട്ടില്ല. ചില സമയങ്ങളിൽ അഡീഷണൽ ഒരു 20,000 എക്സ്ചേഞ്ച് ബോണസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അല്ലാണ്ട് ക്യാഷ് ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും ഇതുവരെ ഈ വാഹനത്തിന് ഓഫർ ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ VXi വേരിയൻറ്റ് ശരിക്കും ഇപ്പോൾ ഇതാണ് ബേസ് വേരിയൻറ്റ്, LXi വരുന്നില്ല. ഈ VXi മാനുവൽ വേരിയൻറ്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 11,35,000 രൂപ. ഓൾമോസ്റ്റ് നമ്മുടെ ബ്രസയുടെ പ്രൈസ് തന്നെയാണ് VXi വേരിയൻറ്റിൻ്റെ. ഓട്ടോമാറ്റിക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ 13,30,000 രൂപ. VXi CNGയിലേക്ക് വന്നു കഴിഞ്ഞാൽ 12,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. ബ്രസ VXi വേരിയൻറ്റിൻ്റെ ഓൾമോസ്റ്റ് സിമിലർ പ്രൈസാണ് നമ്മളുടെ എർട്ടിഗയുടെ എല്ലാ VXi ആൻഡ് ZXi വേരിയൻറ്റുകൾക്കും വരുന്നത്. അപ്പോൾ ബ്രസ എടുക്കാൻ വരുന്നവർക്ക് വേണമെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ 6 മെമ്പേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ 7 മെമ്പേഴ്സ് ഉണ്ട്, നിങ്ങൾക്കൊരു MPV വേണമെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സിമിലർ എഞ്ചിൻ, സെയിം ഗിയർ ബോക്സ്, സെയിം ടെക്നോളജിയാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വീഡിയോസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാരുതി റിലേറ്റഡ് എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് ഡിവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ.